2010 മുതൽ കോഴിക്കോട് ജില്ലയിലെ പൂനൂർ കേന്ദ്രീകരിച്ച് ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന സന്നദ്ധ സംഘടനയാണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ. ജാതി മതഭേദമന്യേ ഒരു പറ്റം യുവാക്കൾ ചേർന്ന് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ആരംഭിക്കുമ്പോൾ ലക്ഷ്യം ഒറ്റൊന്നായിരുന്നു: ഭിന്നശേഷിക്കാർ, പ്രധാനമായിട്ടും മാനസികവും ബുദ്ധിപരവുമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് തണലും സംരക്ഷണവും ഒരുക്കുക. അവർക്ക് ആത്മാഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും സ്വതന്ത്രമായി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവസരമൊരുക്കുക. 15 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ഭിന്നശേഷി മേഖലയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നാണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ ട്രെയിനിങ്, ഏർലി ഇന്റർവെൻഷൻ, റീഹാബിലിറ്റേഷൻ, കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് എന്നിവയുൾപ്പെടെ ഭിന്നശേഷി മേഖലയിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി കേരള സർക്കാരിന്റെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പുനരധിവാസ കേന്ദ്രത്തിനുള്ള അവാർഡ് ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ ഹെൽത്ത് കെയർ ഫൗണ്ടേഷനെ തേടിയെത്തിയിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യൽ സ്കൂൾ, റീഹാബിലിറ്റേഷൻ സെന്റർ, സൈക്യാട്രിക് ക്ലിനിക് എന്നിവയുൾപ്പെടെ 6 പ്രൊജക്ടുകളിലായി 300-ലധികം ഭിന്നശേഷിക്കാർക്ക് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ദിനംപ്രതി സേവനം നൽകി വരുന്നു. 1.5 ഏക്കർ ക്യാമ്പസിൽ കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന കാരുണ്യതീരം സ്പെഷ്യൽ സ്കൂൾ സംഘടനയുടെ പ്രധാന പദ്ധതികളിലൊന്നാണ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി, മൾട്ടിപ്പിൾ ഡിസേബിലിറ്റി എന്നിവ നേരിടുന്ന 133 വിദ്യാർത്ഥികൾ ഇന്ന് കാരുണ്യതീരം സ്പെഷ്യൽ സ്കൂളിന്റെ ഭാഗമാണ്. 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 8 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ സ്പെഷ്യൽ സ്കൂൾ നൽകി വരുമ്പോൾ 18 വയസ്സ് കഴിഞ്ഞ മൈൽഡ്, മോഡറേറ്റ് വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ട്രെയിനിങ്ങും സിവിയർ വിദ്യാർത്ഥികൾക്ക് പകൽ പരിപാലന കേന്ദ്രവും സ്കൂളിന്റെ ഭാഗമായി നൽകി വരുന്നു. 3 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ഒക്യുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി എന്നിവ നൽകി വരുന്ന ഏർലി ഇന്റർവെൻഷൻ യൂണിറ്റും കാരുണ്യതീരം സ്പെഷ്യൽ സ്കൂളിന്റെ ഭാഗമാണ്. സാമൂഹ്യ നീതി വകുപ്പിന്റെ സഹകരണത്തോടെ 18 വയസ്സ് കഴിഞ്ഞ തികച്ചും അനാഥരായ ഭിന്നശേഷിക്കാരായ പുരുഷന്മാരുടെ പുനരധിവാസത്തിനു വേണ്ടി ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ആരംഭിച്ച പദ്ധതിയാണ് പ്രതീക്ഷ ഭവൻ. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ ട്രെയിനിങ്, തെറാപ്പി, സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്നിവ നൽകി വരുന്ന പ്രതീക്ഷ ഭവനിൽ ഇന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള 38 താമസക്കാരുണ്ട്. അവർക്ക് പ്രതീക്ഷ ഭവൻ എന്നത് വെറും ഒരു പുനരധിവാസ കേന്ദ്രമല്ല, മറിച്ച് അവരുടെ വീട് തന്നെയാണ്. നമ്മൾ അവരുടെ കുടുംബവും. മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുടെ പരിചരണവും സംരക്ഷണവും ലക്ഷ്യമാക്കി 2015-ൽ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് കമ്മ്യൂണിറ്റി സൈക്യാട്രിക് ക്ലിനിക്. നിലവിൽ ഫാസ്റ്റ് ഫൗണ്ടേഷൻ, എംഹാറ്റ് എന്നിവരുമായി നടത്തിവരുന്ന സൈക്യാട്രിക് ക്ലിനിക്കിൽ 50-ലധികം പേർക്ക് പൂർണ്ണമായും സൗജന്യമായ പരിചരണവും മരുന്നുകളും നൽകി വരുന്നു. 18 വയസ്സ് കഴിഞ്ഞ ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന നാഷണൽ ട്രസ്റ്റ് ലോക്കൽ ലെവൽ കമ്മിറ്റി ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ മറ്റൊരു പ്രധാന പദ്ധതികളിലൊന്നാണ്. 2022 മുതൽ മലപ്പുറം ജില്ലയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത LLC എന്ന അപൂർവ നേട്ടവും കൈവരിച്ചിട്ടുണ്ട്. ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി മേഖലയിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനായ KRFM 89.6 സ്ഥിതി ചെയ്യുന്നത് ഹെൽത്ത് കെയർ ഫൗണ്ടേഷന് കീഴിലുള്ള കാരുണ്യതീരം ക്യാമ്പസിലാണ്. ഒപ്പം തന്നെ ദുരന്ത നിവാരണത്തിൽ പരിശീലനവും സേവനവും നൽകി സജീവ പ്രവർത്തനങ്ങൾ നൽകി വരുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് യൂണിറ്റും ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ ഭാഗമാണ്. 2010 നിന്ന് 2025 നിൽക്കുമ്പോൾ 1000-ലധികം വരുന്ന ഭിന്നശേഷിക്കാർക്ക് തണലൊരുക്കുന്ന കെയർ വില്ലേജ് ആണ് സംഘടനയുടെ സ്വപ്ന പദ്ധതി. റെസിഡൻഷ്യൽ സെന്റേഴ്സ്, തെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ, വൊക്കേഷണൽ ട്രെയിനിങ് എന്നിവയുൾപ്പെടെ 5 ഏക്കർ ക്യാമ്പസിലാണ് കെയർ വില്ലേജ് ഉയരുന്നത്. ജാതി മതഭേദമന്യേ ഒട്ടനേകം വ്യക്തികളുടെ അകമഴിഞ്ഞ പിന്തുണയും സഹകരണവുമാണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ ഇത്രയും കാലത്തെ യാത്രയ്ക്ക് പിന്നിലുള്ള ഊർജം. കനിവിന്റെയും കരുണയുടെയും സേവനത്തിന്റെയും ഈ യാത്രയിൽ നിങ്ങളും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.